ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന വൻ പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. യാത്രക്കാരുടെ തിരക്ക് കുറയ്ക്കുന്നതിനായി 17,000 പുതിയ ജനറൽ സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. സാധാരണക്കാരായ യാത്രക്കാരുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുക, അൺറിസർവ്ഡ് കോച്ചുകളിലെ അമിത തിരക്ക് പരിഹരിക്കുക എന്നതാണ് ഉദ്ദേശ്യം. നിർമ്മിക്കുന്നതിൽ ഭൂരിഭാഗവും ജനറൽ സ്ലീപ്പർ കോച്ചുകളായിരിക്കും. അടുത്ത 2 മുതൽ 3 വർഷത്തിനുള്ളിൽ ഈ കോച്ചുകൾ പൂർണ്ണമായും സർവീസിന്റെ ഭാഗമാകും. പുതിയ കോച്ചുകളെല്ലാം കൂടുതൽ സുരക്ഷിതമായ LHB സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായിരിക്കും. സാധാരണക്കാർക്ക് മുൻഗണന നൽകുക എന്നതാണ് അടുത്തിടെയായി AC കോച്ചുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന വിമർശനവും റെയിൽവേ നേരിട്ടിരുന്നു. ഈ നീക്കത്തിലൂടെ ജനറൽ സ്ലീപ്പർ യാത്രക്കാർക്ക് റെയിൽവേ വലിയ പരിഗണന നൽകുന്നു. ഉത്സവകാലങ്ങളിലും അവധിക്കാലങ്ങളിലും ജനറൽ കോച്ചുകളിൽ അനുഭവപ്പെടുന്ന ശ്വാസം മുട്ടിക്കുന്ന തിരക്കിന് ഇതോടെ വലിയ അളവിൽ ശമനമുണ്ടാകും. ദീർഘദൂര ട്രെയിനുകളിൽ കൂടുതൽ ജനറൽ കോച്ചുകൾ കൂട്ടിച്ചേർക്കാൻ ഇത് റെയിൽവേയെ സഹായിക്കും. നിർമ്മാണ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് പെരുമ്പൂർ ICF-ഉം കപൂർത്തല RCF, റായ്ബറേലി MCF എന്നിവിടങ്ങളിലാണ് ഈ പുതിയ LHB കോച്ചുകൾ നിർമ്മിക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക രീതിയിലുള്ള ഈ കോച്ചുകൾ റെയിൽവേ പുറത്തിറക്കുന്നത്. പ്രതിവർഷം ശരാശരി 5,000 മുതൽ 6,000 വരെ പുതിയ സാധാരണ കോച്ചുകൾ പുറത്തിറക്കുകയാണ് ലക്ഷ്യം. പഴയ ICF, അതായത് പച്ച നീളമുള്ള നീല കോച്ചുകൾക്ക് പകരമായി പുതിയ LHB ചുവപ്പ് കോച്ചുകളാണ് വരുന്നത്. അപകടങ്ങൾ ഉണ്ടായാൽ കോച്ചുകൾ ഒന്നിലേക്കൊന്ന് കയറിപ്പോകില്ല. മണിക്കൂറിൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ് ഇവ. മെച്ചപ്പെട്ട സസ്പെൻഷൻ കാരണം കുലുക്കം കുറവായിരിക്കും. വലിയ ജനലുകളും വിശാലമായ ബെർത്തുകളും സൗകര്യപ്രദമായ ടോയ്ലറ്റുകളും ഉണ്ടാകും. ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ഇവയൊക്കെയാണ്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസുകളിൽ കൂടുതൽ ജനറൽ കോച്ചുകൾ വരും. നിലവിൽ 2 അല്ലെങ്കിൽ 4 ജനറൽ കോച്ചുകളുള്ള പല ദീർഘദൂര ട്രെയിനുകളിലും ഇത് 6 മുതൽ 8 വരെയായി വർദ്ധിപ്പിക്കാൻ സാധിക്കും. സാധാരണക്കാർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പൂർണ്ണമായും AC ഇല്ലാത്ത അമൃത് ഭാരത് ട്രെയിനുകളുടെ എണ്ണം കൂട്ടാനും ഈ കോച്ചുകൾ ഉപയോഗിക്കും. 17,000 കോച്ചുകൾ പെട്ടെന്ന് വരുന്നതോടെ റെയിൽവേയിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ട്രെയിനുകളിലെ കോച്ചുകളുടെ ഘടന മാറ്റും. നിലവിൽ ജനറൽ കോച്ചുകളുടെ കുറവ് മൂലം പല ട്രെയിനുകളിലും 2 മുതൽ 4 വരെ ജനറൽ കോച്ചുകളേ ഉള്ളൂ. ഇത് 6 മുതൽ 8 വരെയാക്കി ഉയർത്തും. AC കോച്ചുകൾ കൂട്ടിയപ്പോൾ സ്ലീപ്പർ കോച്ചുകൾ കുറഞ്ഞുപോയെന്ന പരാതിക്ക് പരിഹാരമായി ദീർഘദൂര ട്രെയിനുകളിൽ കൂടുതൽ സ്ലീപ്പർ കോച്ചുകൾ തിരകെ പുനഃസ്ഥാപിക്കും. ഉത്സവങ്ങൾ, പരീക്ഷകൾ, അവധിക്കാലം എന്നിവയോടനുബന്ധിച്ച് പൂർണ്ണമായും സാധാരണക്കാർക്കായുള്ള പ്രത്യേക ട്രെയിനുകൾ ധാരാളമായി ഓടിക്കാൻ ഈ കോച്ചുകൾ സഹായിക്കും. നിർമ്മിക്കുന്ന 17,000 കോച്ചുകളിൽ വലിയൊരു പങ്കും പുതിയ അമൃത് ഭാരത് ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. ട്രെയിനിന്റെ മുന്നിലും പിന്നിലും എഞ്ചിനുകൾ ഉള്ളതിനാൽ വേഗത്തിൽ ഓടാനും നിർത്താനും സാധിക്കും. നോൺ AC ആണെങ്കിലും മൊബൈൽ ചാർജിംഗ് പോയിന്റുകൾ, കുഷ്യൻ സീറ്റുകൾ, LED ലൈറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവ ഇതിലുണ്ടാകും. പുതിയ കോച്ചുകൾ പുറത്തിറങ്ങുമ്പോൾ അവയിൽ ട്രെയിനുകൾ കൂട്ടിയിടിക്കുന്നത് തടയുന്ന തദ്ദേശീയ സുരക്ഷാ സംവിധാനം ഈ കോച്ചുകളിലും ക്രമേണ സജ്ജമാക്കും. അമൃത് ഭാരത് മോഡലുകളിൽ ഓട്ടോമാറ്റിക് വാതിലുകൾ ഉൾപ്പെടുത്താൻ പദ്ധതിയുമുണ്ട്. അത്യാധുനിക ബയോവ്യൂം ടോയ്ലറ്റുകൾ ശുചിത്വം ഉറപ്പാക്കുന്നുണ്ട്. കേരളത്തിലും തമിഴ്നാടിനും ഭാവിയിൽ ഇത് പ്രതീക്ഷിക്കാവുന്നതാണ്. പരശുറാം, നേത്രാവതി, തിരുവനന്തപുരം, മംഗലാപുരം എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിൽ ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ കോച്ചുകൾ ലഭിക്കുന്നതോടെ വലിയ ആശ്വാസമാകും. പാലക്കാട്, കോയമ്പത്തൂർ, ഷൊർണൂർ, എറണാകുളം, തിരുവനന്തപുരം, നാഗർകോവിൽ തുടങ്ങിയ റൂട്ടുകളിൽ പുതിയ മെമു വണ്ടികൾക്ക് പകരമായി കൂടുതൽ അൺറിസർവ്ഡ് സർവീസുകൾ കൊണ്ടുവരാൻ ഇത് റെയിൽവേക്ക് എളുപ്പമാകും. പ്രീമിയം വിഭാഗത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ തരംഗമാകുമ്പോൾ തന്നെ രാജ്യത്തിന്റെ ജീവനാഡിയായ സാധാരണക്കാരായ യാത്രക്കാരെ റെയിൽവേ കൈവിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് 17,000 പുതിയ കോച്ചുകളുടെ നിർമ്മാണം. വന്ദേ ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകൾക്കൊപ്പം തന്നെ സാധാരണക്കാരുടെ യാത്രാ ആവശ്യങ്ങളും ഒരുപോലെ സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് ഇന്ത്യൻ റെയിൽവേ ഈ പദ്ധതിയിലൂടെ നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.